യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദി ലോർഡ്. ഷേമ ഇസ്രായേലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. വിശുദ്ധ ഗ്രന്ഥം പലപ്പോഴും നമ്മോട് പറയുന്നുണ്ട്, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. നമ്മുടെ വിശ്വാസ ജീവിതവുമായി മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിച്ചറിയാൻ, ഞാൻ എത്രത്തോളം ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന്, ആ വിശ്വാസത്തിന് എത്രത്തോളം ആഴമുണ്ടെന്ന് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാനാവണം. യേശു ക്രിസ്തു എന്നിൽ വസിക്കുന്നുവെന്ന് എനിക്ക് പൂർണ്ണമായ ഒരു ബോധ്യമുണ്ടാവണം. എന്നെ തന്നെ പരിശോധിച്ചറിയുവാൻ, എൻ്റെ വിശ്വാസത്തെ ആഴപ്പെടുത്താൻ ഇന്നത്തെ ഷേമ ഇസ്രായേൽ നമ്മെ സഹായിക്കും. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് പോയിന്റ് ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ബിജിൽ ചക്കിയത്താണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യത്തിലൂടെ വചനശ്രവണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് റാണി, സ്ഥലം ചാമക്കാല. എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. എൻ്റെ മകൾക്കൊരു വിവാഹം നടക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എല്ലാ ആഴ്ചയും വന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. സാക്ഷി നേർന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ വന്ന് ധ്യാനം കൂടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് നവംബർ 6-ാം തീയതിയുള്ള ഒരാഴ്ച ധ്യാനം എനിക്ക് എൻ്റെ ഭർത്താവും മക്കൾക്കൊന്നും കൂടാനുള്ള അനുഗ്രഹിച്ച്, അതോടെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറി എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് ഇന്ന് എൻ്റെ കുടുംബ സമാധാന സന്തോഷത്തിനായിരിക്കുന്ന കർത്താവ് തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഷേമ ഇസ്രായേലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ ചില മേഖലകളെ ഒന്ന് പരിശോധിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ, തകർച്ചകൾ, വീഴ്ചകൾ, ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് പരിശുദ്ധാത്മാവ് ഒരു മുന്നറിയിപ്പായിട്ട് നമ്മളോട് പറയുകയാണ്. നമുക്ക് വേണ്ടി സ്വർഗം എന്ന് തന്നിരിക്കുന്ന വചനം കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വചനങ്ങളാണ്. തലക്കെട്ട് തന്നെ 1 മുതൽ നോക്കിക്കഴിഞ്ഞാൽ മുന്നറിയിപ്പുകൾ എന്ന് പറയുന്ന തലക്കെട്ടാണ് കിടക്കുന്നത്. അതിൻ്റെ 5 മുതലുള്ള വചനങ്ങളാണ് നമ്മളിന്ന് ശ്രവിക്കാൻ പോകുന്നത്. വചനം ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 13-ന്റെ 5 മുതലുള്ള വചനങ്ങൾ: നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. ആദ്യത്തെ മുന്നറിയിപ്പാണ് പറയുന്നത്. ഞാനും നിങ്ങളും നമ്മുടെ വിശ്വാസത്തിൽ
നിലനിൽക്കുന്നുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുവിൻ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചില പരിശോധനയ്ക്കൊക്കെ പോകാറുള്ളതാണ്. ഏതെങ്കിലും ശരീരത്തിൻ്റെ ഭാഗത്ത് വേദന വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതന്നെ പരിശോധിക്കാൻ പോകും. ബാഹ്യമായിട്ട് കാണുന്ന വേദനയാണെങ്കിൽ, പ്രശ്നങ്ങളാണെങ്കിൽ അതിന് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ചില ആന്തരിക അവയവങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട വേദനയോ അസ്വസ്ഥതയാണെങ്കിൽ ഡോക്ടർ പറയും ഒരു കാര്യം ചെയ്യും, എക്സ്റേ എടുക്കുക. എക്സ്റേ എടുത്തിട്ട് ശരിയായില്ലെങ്കിൽ അവർ പറയും സ്കാൻ ചെയ്യും, MRI സ്കാൻ, ആ സ്കാൻ, ഈ സ്കാൻ എന്നൊക്കെ പറഞ്ഞ് കുറേ സ്കാനിങ് ചെയ്ത് പരിശോധിക്കും. ഇതുപോലെ തന്നെ ഇവിടെ പരിശുദ്ധാത്മാവ് കോരിന്തോസ് സഭയോട് പൗലോസ്ലീഹയിലൂടെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. ഇപ്പം ശരീരത്തിൻ്റെ പരിശോധന മാത്രമല്ല, നമ്മുടെ മനസ്സിൻ്റെ പരിശോധന മാത്രമല്ല, ആത്മാവും നമ്മുടെ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തണമെന്ന് പൗലോസ്ലീഹ പറയുക. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ ആത്മാവിനെയും പരിശോധനയ്ക്ക് അനുവദിക്കണം. ഈ പരിശോധന എപ്പോഴും വരുന്ന, ആത്മാവിൻ്റെ പരിശോധന വരുന്നത് ദൈവാത്മാവുമായിട്ടുള്ള ബന്ധത്തിലാണ്, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ ആത്മാവിൽ വചനം പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. വിശ്വാസം എന്ന് പറയുന്നത് വചനം തന്നെ പറയുന്നത് കാണപ്പെടാത്തത് ഉണ്ടെന്നുള്ള ബോധ്യമൊക്കെയാണ്, അല്ലെങ്കിൽ യാചിക്കുന്നതും ചോദിക്കുന്നതൊക്കെ ലഭിക്കും എന്നുള്ള വിശ്വാസം, ആ ബോധ്യമാണ്. അപ്പോൾ വചനം പറയുന്നത് തന്നെ വിശ്വാസത്തിലാണോ നിലനിൽക്കുന്നതെന്ന് പരിശോധിക്കുവിൻ. കാണപ്പെടാത്ത ചിലതൊക്കെ ഉണ്ട് എന്ന് ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാൻ പരിശുദ്ധാത്മാവ് പറയുകയാണ്. നമ്മുടെ പ്രശ്നം എന്നാ, കാണപ്പെടുന്നതും കാണുന്നതും മാത്രമേ നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും നമ്മൾ ഏറ്റെടുക്കും. അതിൽ നിന്നുകൊണ്ട് ആത്മീയ ജീവിതത്തിൻ്റെ ചില തലങ്ങൾ, ചില അവസ്ഥകൾ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഏറ്റെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്. അല്ലേ? ഈ ലോക ജീവിതത്തെക്കുറിച്ചുള്ള പലതും, പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൻ്റെ പല മേഖലകളും വിശ്വാസത്തിൽ ഏറ്റെടുക്കേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ വരാനിരിക്കുന്ന ജീവിതത്തിൻ്റെ കാര്യങ്ങൾ, സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും നിത്യജീവിതത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഒക്കെയുള്ള ദൈവവചനത്തിൻ്റെ പഠനങ്ങൾ, സഭയുടെ പഠനങ്ങളൊക്കെ വിശ്വാസത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ്. ഒത്തിരി കാര്യങ്ങൾ വിശ്വാസത്തിൽ നമ്മൾ സ്വന്തമാക്കേണ്ടതുണ്ട്. ദൈവവചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവനും ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് വിശ്വാസത്താൽ ഏറ്റെടുക്കേണ്ടവയാണ്. പലതും കണ്ടിട്ടല്ല, വിശ്വാസത്തല്ല നമ്മൾ ഏറ്റെടുക്കുന്നത്. പൂർവ്വപിതാക്കന്മാര് ദൈവം വാഗ്ദാനം ചെയ്ത പലതും വിശ്വാസത്താൽ ഏറ്റെടുത്ത് സ്വന്തമാക്കിയവരാണ്. വിശുദ്ധ കുർബാന, ദൈവം സ്ഥാപിച്ച വിശുദ്ധ കുർബാന പോലും അത് വിശ്വാസത്തിൻ്റെ രഹസ്യമായിട്ടാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വിശ്വാസത്തിൽ ഏറ്റെടുക്കേണ്ട രഹസ്യങ്ങളാണ്. യേശുക്രിസ്തു ഓരോ വിശുദ്ധ കുർബാനയിലും വീണ്ടും നമുക്ക് വേണ്ടി കാൽവരിയിൽ അവൻ ചെയ്ത രക്ഷാകര കർമ്മം വീണ്ടും നമുക്ക് വേണ്ടി അതിൻ്റെ പൂർണ്ണതയിൽ പൂർത്തീകരിക്കുകയാണ് ഓരോ വിശുദ്ധ കുർബാനയിലും. അത് വിശ്വാസത്താൽ നമ്മളെ ചേർത്ത് വയ്ക്കുമ്പോൾ, ആ കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയോട് എന്നെയും നിങ്ങളെയും ചേർത്ത് വയ്ക്കുമ്പോഴാണ് അതിൻ്റെ യോഗ്യത പൂർണ്ണതയിൽ വിശ്വാസത്തിൽ നമ്മൾ ഏറ്റെടുത്ത് അത് അനുഗ്രഹമായി ജീവിതത്തിൽ മാറുന്നത്. അവിടെ പൗലോസ്ലീഹ പറയുന്ന ആദ്യത്തെ കാര്യം, വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. വിശ്വാസം എന്നത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ തന്നെയാണ്. അപ്പോൾ എത്രമാത്രം വിശ്വാസമുണ്ട്, എത്രമാത്രം ആഴമായ വിശ്വാസത്തിലാണ്, എത്രമാത്രം ദൈവകൃപയിൽ വിശ്വസിക്കുന്നുണ്ട്, എത്രമാത്രം ദൈവ പരിപാലനയിൽ വിശ്വസിക്കുന്നുണ്ട്, എത്രമാത്രം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്, എത്രമാത്രം ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ സകലതും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, എത്രമാത്രം ദൈവം എന്നെ ഓരോ നിമിഷവും പരിപാലിക്കും, വഴി നടത്തും എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. എല്ലാ ദിവസവും നമ്മുടെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പൗലോസ്ലീഹ പറയുന്ന ആദ്യം നമ്മുടെ വിശ്വാസത്തെ അങ്ങോട്ട് പരിശോധിക്കുവിൻ. എന്നിട്ട് എങ്ങനെയാ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുന്നുണ്ടോ, ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. എന്നിട്ട് പൗലോസ്ലീഹ കൂട്ടിച്ചേർക്കുകയാണ്, നിങ്ങളെ തന്നെ പരിശോധിച്ചറിയുവിൻ. ഉണ്ടോ? വിശ്വാസം പരിശോധിക്കാൻ പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങളെ തന്നെ പരിശോധിച്ചറിയുവിൻ. നമ്മൾ തന്നെ നമ്മളെ പരിശോധിക്കേണ്ട അവസ്ഥയാണ്, പിന്നെ പരീക്ഷിക്കേണ്ട അവസ്ഥയാണ്. പരീക്ഷിച്ചിട്ട് അറിയണം
ഓരോ സാഹചര്യങ്ങളുടെ നടുവിൽ, സംഭവങ്ങളുടെ നടുവിൽ, രോഗങ്ങളുടെ നടുവിൽ, തകർച്ചയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, ഒറ്റപ്പെടലിൻ്റെ നടുവിൽ, കടന്നു പോകുന്ന പ്രതീക്ഷിക്കാത്ത ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ നടുവിൽ എത്രമാത്രം നമ്മൾ പിടിച്ചു നിൽക്കാൻ കരുത്തുള്ളവരാണ്, ആത്മീയ ബലമുള്ളവരാണെന്ന് പരീക്ഷിച്ചറിയുവിൻ. അപ്പോൾ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നടത്തി, ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മൾ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുമ്പോൾ നമ്മൾ അറിയുകയാണ് എത്രമാത്രം വിശ്വാസത്തിൽ നമ്മൾ ബലം പ്രാപിച്ചവരാണെന്ന്. ഇത് കഴിഞ്ഞിട്ട് പൗലോസിലേക്ക് കൂട്ടിച്ചേർക്കുന്ന വലിയൊരു രഹസ്യമാണ്, മർമ്മമാണ് ഇന്നത്തെ നമ്മുടെ സന്ദേശത്തിൻ്റെ പോലും മർമ്മം. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ചോദിക്കുകയാണ്. യേശുക്രിസ്തു എന്നിലും നിങ്ങളിലും ഉണ്ട് എന്ന് ബോധ്യമായിട്ടില്ലേ? ഈ ബോധ്യം ഇല്ലെങ്കിൽ എന്നാ പ്രശ്നം? ഈ ബോധ്യം നഷ്ടപ്പെട്ടു പോയാൽ എന്നാ പ്രശ്നം? ഈ ബോധ്യം സ്വന്തമാക്കിയില്ലെങ്കിൽ എന്നാ പ്രശ്നം? പൗലോസിൽ കൂട്ടിച്ചേർക്കുകയാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഉണ്ടോ? ഏറ്റവും വലിയ പരീക്ഷ എന്നതാ? അത് ശരിക്കും പറഞ്ഞാൽ ഈ ലോക ജീവിതത്തിന് അപ്പുറം സ്വർഗം കിട്ടോ നരകം കിട്ടോ എന്നുള്ള ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങൾ തന്നെയാണ്. ഈ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഇതുമായി ബന്ധപ്പെടുത്തിയാണ് ഒരു ആത്മീയ മനുഷ്യൻ ചെയ്യുന്നത്, ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. ഏറ്റവും വലിയ പരീക്ഷയിൽ നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. കർത്താവിൻ്റെ കൂടെ സ്വർഗത്തിൽ നിത്യമായി ജീവിതത്തിൽ വാഴേണ്ട ഒരു പരീക്ഷയാണ് ഈ കൊച്ചു ജീവിത കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ പഠനത്തിൻ്റെ കാലഘട്ടമാണ് ഒരു ജീവിതത്തിൻ്റെ കാലഘട്ടം. തെറ്റേത്, ശരിയേത്, ഏത് ചോദ്യം വന്നാൽ അതിനെങ്ങനെ ഉത്തരം കൊടുക്കണം, എങ്ങനെ അതിനെ അതിജീവിക്കണം എന്നൊക്കെയാണ് ഈ കൊച്ചു ജീവിത കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചും വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാ? ഈ പരീക്ഷയാണ്. ഈ പരീക്ഷയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് ഈ ജീവിതത്തിന് അപ്പുറമാണ് അതിൻ്റെ പൂർണ്ണമായ റിസൾട്ട് വരുന്നത്. അപ്പം ആ റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള അധ്വാനമാണ് ഈ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വിജയം വരിക്കണമെങ്കിൽ, ജയിക്കണമെങ്കിൽ ഒറ്റ കാര്യം നമ്മൾ ആത്മാവിൽ ഏറ്റെടുത്താൽ മതി. അത് വലിയൊരു രഹസ്യം. ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മർമ്മമാണ് പൗലോസ്ലീഹ പറയുന്നത്. എന്നതാ? യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? നമ്മൾ പറയാല്ലേ, അവനാ പ്രശ്നം, അവന് വലിയ ബോധ്യമൊന്നും ഇല്ലെന്നേ, അവനാ കാര്യത്തെക്കുറിച്ച് വലിയ ബോധ്യം, ചുമ്മാ പറയുന്ന, അങ്ങനെ വിടുവാ പറയുന്ന, അവനെക്കുറിച്ച് അത് ബോധ്യമൊന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല. ഉണ്ടോ? നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് പറയും. എന്ത് ബോധ്യത്തോടു കൂടിയാണ് ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നത്? ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വരാത്ത, ക്രിസ്തുവില്ലാത്ത, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അങ്ങനെ ക്രിസ്ത്യാനിയാകും. പൗലോസിലെ റോമാക്കാർക്ക് എഴുതിയ 8-ാം വചനത്തിൽ പറയുന്നില്ലേ, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. അപ്പൊ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവനും ക്രിസ്തു സാന്നിധ്യം ഇല്ലാത്തവനും ഒരു കൃത്യമായ ബോധ്യത്തോടു കൂടിയല്ല അവൻ ക്രിസ്ത്യാനി ആണെന്ന് പോലും പറയുന്നത്. അപ്പൊ നമ്മൾ പലതും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കൃത്യമായ ബോധ്യമില്ലാതെയാണ്. ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾക്കൊരു ബോധ്യമുണ്ടോ? ബോധ്യമായില്ലേ? ബോധ്യമില്ലേ? ക്രിസ്തു നിങ്ങളിലുണ്ടെന്ന്. അപ്പൊ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും മർമ്മവുമായ ബോധ്യമാണ് യേശു ക്രിസ്തു എന്നിലുണ്ട് എന്നുള്ള ബോധ്യം. ഒരു ക്രിസ്ത്യാനിയിൽ ഒരു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടെന്നും ക്രിസ്തുവിൻ്റെ അംശമുണ്ടെന്നും ക്രിസ്തുവുണ്ടെന്നുള്ള ബോധ്യമാണ് പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിൽ നമുക്ക് തരുന്നത്. എന്നിട്ട് പറയാണ്, ഈ ബോധ്യമില്ലേ, നീ പരാജയപ്പെട്ടു പോകുന്നു. ഉണ്ടോ? അപ്പൊ നമ്മുടെ എല്ലാ പരാജയത്തിൻ്റെ പിന്നിലും ഒരു ബോധ്യത്തിൻ്റെ കുറവാണ്. ഒരു അടിസ്ഥാനമായ ക്രിസ്തീയ ബോധ്യത്തിൻ്റെ കുറവാണ് നമ്മുടെ വീഴ്ചകളുടെ പിന്നിൽ, നമ്മുടെ പരാതികളുടെ പിന്നിൽ, നമ്മുടെ പരിഭവങ്ങളുടെ പിന്നിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ അഭിഷേകക്കുറവിൻ്റെ പിന്നിൽ ഒക്കെ ഒരു ബോധ്യക്കുറവാണ്. എന്നതാ? യേശു ക്രിസ്തു എന്നിലുണ്ട് എന്നുള്ള ബോധ്യക്കുറവ്. ഈ ബോധ്യം കിട്ടിയാൽ എങ്ങനെയാ? യേശു ക്രിസ്തു എന്നിലുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടിയാൽ ജീവിതം കംപ്ലീറ്റ് മാറും. കാരണം യേശു ക്രിസ്തു എന്നിലുണ്ടെങ്കിൽ എനിക്കെല്ലാം സാധ്യമാ. എനിക്കിന്ന് പറ്റില്ല, എനിക്കിന്ന് സാധ്യമല്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നതും എൻ്റെ ജീവിതം പഠിപ്പിച്ചതും അനേകർ പറയുന്നതും ചുറ്റുപാട് പറയുന്നതും ഒക്കെ എനിക്കങ്ങോട്ട് മാറ്റിവെച്ചിട്ട് യേശു ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ യേശു ക്രിസ്തു പറയുന്നത് കേൾക്കൂ.
ഈശോ എന്നാ പറയുന്നേ? നിനക്കെല്ലാം സാധ്യമാണ്, എന്നിലൂടെ നിനക്കെല്ലാം സാധ്യമാണ്. ഫിലിപ്പിയർ 4:13. അതോടൊപ്പം തന്നെ ഈശോ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. മനുഷ്യർക്ക് അസാധ്യമായതുപോലും ദൈവത്തിനും ദൈവകൃപ ലഭിച്ചവർക്ക് സാധ്യമാണ്. കണ്ടോ? അപ്പൊ എനിക്ക് എൻ്റെ കഴിവ് കൊണ്ട് സാധ്യമാകാത്തത് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ സാധ്യമാണെന്നർത്ഥം. അപ്പൊ ആ ദൈവം എൻ്റെ ഉള്ളിലുണ്ടെന്ന് ആത്മാവിൽ എനിക്ക് ബോധ്യം കിട്ടിയാൽ എനിക്ക് ഇപ്പോൾ സാധ്യമല്ല, പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല, ഇതിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ പറ്റില്ല എന്ന് ഞാൻ ചിന്തിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോലും എനിക്ക് സാധ്യമാണെന്ന് യേശു ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ ബോധ്യം കിട്ടിയവന് മാത്രമേ ആത്മീയ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ. ബാക്കിയുള്ളവരൊക്കെ ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെടുമെന്ന് 100% ഉറപ്പാണ്. പരാജയപ്പെട്ടിട്ടുള്ള ജീവിതങ്ങൾ നിങ്ങൾ എടുത്ത് നോക്കിയോ. ഈ പരാജയത്തിന് കാരണം ഇത് തന്നെ. ഇന്ന് നിരാശയിൽ കഴിയുന്ന അനേകരുടെ ജീവിതം എടുത്ത് നോക്കിയോ. ഒറ്റ കാരണമുള്ളൂ, ക്രിസ്തു ഉള്ളിലുണ്ടെന്നുള്ള ബോധ്യമില്ല. ഉണ്ടോ? ഇന്ന് അനേകർ രോഗത്തിൻ്റെ നടുവിൽ പരാതി പറഞ്ഞ് പെറുപെറുത്ത് കർത്താവിനെതിരെ വിശ്വാസത്തിൽ വ്യതിചലിച്ചു പോകുന്നവരോടൊക്കെ ജീവിതത്തിൻ്റെ അടിസ്ഥാന കാരണം നോക്കിക്കോ. എന്നാ? ഉള്ളിൽ ക്രിസ്തുവുണ്ടെന്നുള്ള ബോധ്യമില്ല, ഈ അവബോധമില്ല. ഈ അവബോധം നഷ്ടപ്പെട്ടു. ഈ അവബോധം നഷ്ടപ്പെടുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ നഷ്ടം. കാരണം എന്താ? സ്വർഗമാണ് നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ ജീവിതത്തിന് മുഴുവൻ അധ്വാനിച്ചിട്ട് പഠിച്ചിട്ട് അവസാനം നമുക്ക് പരീക്ഷയിൽ തോറ്റുപോകുന്നത് പോലെയാ. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം മുഴുവൻ ജീവിച്ചിട്ട് അവസാനം ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് നഷ്ടപ്പെടുന്നത് സ്വർഗം തന്നെയാ. ക്രിസ്തു നഷ്ടപ്പെടുന്നവന് നഷ്ടപ്പെടുന്നത് സ്വർഗമാ. കാരണം യേശു ക്രിസ്തു തന്നെയാണ് സ്വർഗം. ക്രിസ്തുവിനോടൊപ്പമുള്ള വാസമാണ് സ്വർഗമെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ യേശു ക്രിസ്തുവുമായിട്ട് ഈ ലോക ജീവിതത്തിൽ അഭേദ്യമായ ബന്ധം പുലർത്തി ക്രിസ്തു ഉള്ളിലുണ്ടെന്നുള്ള ആ ബോധത്തോടെ ജീവിക്കുന്നവൻ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്നർത്ഥം. അപ്പൊ സ്വർഗത്തിൽ ജീവിക്കുവാൻ സ്വർഗം നമ്മെ ക്ഷണിക്കുന്നത് പോലും ഈ ആത്മാവിൻ്റെ അവബോധത്തിലേക്ക് വളരുന്നതിലൂടെയാണ്. ക്രിസ്തു എന്നിലുണ്ട് എന്നുള്ള ഒരു ബോധ്യം ഞാൻ ആത്മാവിൽ കരസ്ഥമാക്കുമ്പോൾ, സ്വന്തമാക്കുമ്പോൾ മാത്രമാണ് ഞാൻ സ്വർഗത്തിൻ്റെ അവകാശിയായി, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ മകനായി, സ്വർഗത്തിൻ്റെ മകളായി, സ്വർഗതുല്യമായ ഒരു ജീവിതം നയിക്കാൻ പറ്റുന്നത്. അത്ര മനോഹരമാണ്. നോക്കിക്കേ, സ്വർഗമെന്ന് പറയുന്നത് മരണത്തിനപ്പുറം മാത്രം സ്വന്തമാക്കേണ്ട, സ്വപ്നം കാണേണ്ട ഒരു കാര്യമല്ല സഭ നമ്മളെ പഠിപ്പിക്കുന്നത്, വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. വളരെ കൃത്യമായിട്ട് സഭയും വിശുദ്ധ ഗ്രന്ഥവും നമ്മൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവും ക്രിസ്തുവിലുള്ള വളർച്ചയും സ്വർഗത്തിലേക്കുള്ള വളർച്ചയാണ്. അല്ലെങ്കിൽ സ്വർഗം നമ്മളിൽ വളർന്നു, നമ്മൾ സ്വർഗത്തിൽ വളരുകയാണ്, എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ വരാനിരിക്കുന്ന ജീവിതത്തിൽ നീ സ്വർഗം സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് ഈ ലോക ജീവിതത്തിൽ നീ തുടങ്ങണം, നീ ആരംഭിക്കണം, നീ ജീവിക്കണം. അതിന് സ്വർഗം തന്നെയായ, നിത്യജീവൻ തന്നെയായ യേശു ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടെന്ന്, രൂപപ്പെട്ടിട്ടുണ്ടെന്ന്, രൂപപ്പെടുത്തണമെന്ന് നീ ബോധ്യമുണ്ടാകണം, നിനക്ക് ബോധ്യമുണ്ടാകണം. ഇതാണ് സ്വർഗം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഇതാണ് പൗലോസ് ശ്ലീഹ ചില മുന്നറിയിപ്പുകളിലൂടെ നമുക്ക്, അല്ലെങ്കിൽ എന്നെ പ്രശ്നം നമ്മൾ പരാജയപ്പെട്ടു പോവുകയാന്നേ. ഒരു ജീവിതം മുഴുവനും മാറ്റിവെച്ചിട്ട് അധ്വാനിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് അവസാന നാളുകളിൽ കർത്താവ് നമ്മളെ വിധിക്കാൻ വരുമ്പോൾ, കർത്താവ് നമ്മളെ മുഖാമുഖം കാണുമ്പോൾ ഞാൻ പരാജയപ്പെട്ടവരായി തിരികെ പോകേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചാൽ എത്രമാത്രം നമുക്ക് ഭാരമുണ്ടാകണം. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ നമുക്ക് ഈ വചനത്തിലൂടെ തരുന്ന മുന്നറിയിപ്പുകളെ നമുക്ക് സ്വീകരിക്കാം. വിശ്വാസത്തിൽ എത്രമാത്രം ഉറച്ചു നിൽക്കുന്നുണ്ട്, എത്രമാത്രം ക്രിസ്തു നമ്മളിൽ ഉണ്ടെന്നുള്ള ബോധ്യം നമ്മളെ നയിക്കുന്നുണ്ട്. ഈ രണ്ട് ബോധ്യങ്ങളും ആത്മാവിൽ ഏറ്റെടുത്താൽ സകല ജീവിത പ്രവണതകളെയും സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ളൊരു അഭിഷേകം ഞാനും നീയും അറിയാതെ നമ്മൾ രൂപപ്പെടാൻ തുടങ്ങും. തുറന്നു വരുന്ന ആരാധന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകം ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി. ദിവ്യകാരുണ്യമായ ഈശോ വരുമ്പോൾ ആ ഈശോ നിന്റെ ഉള്ളിലുള്ളവൻ തന്നെയാണ് ഇത് ഈ അൾത്താരയിലേക്ക് കടന്നു വരുന്നുള്ള ബോധ്യത്തോടെ ആ ക്രിസ്തുവിൽ നിറഞ്ഞ അഭിഷേകം അതിൻ്റെ പൂർണ്ണതയിൽ എന്നിലേക്ക് നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് രോഗത്തെയും പ്രലോഭനത്തെയും ശാപത്തെയും പിശാചിനെയും മരണത്തെയും ഈശോ തകർത്തെങ്കിൽ, ഈ ഈശോ നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇതിനൊക്കെ തകർക്കാൻ എനിക്ക് നിനക്ക് സാധ്യമാണെന്നുള്ള ബോധ്യത്തോടെ തുറന്നു വരുന്ന ആരാധന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.
പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ, ആരാധന. കരങ്ങൾ കൂപ്പാം, ശിരസ് നമിക്കാം. ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. വചനത്തിലൂടെ നമ്മൾ കേട്ട് മനസ്സിലാക്കിയ വലിയൊരു ആത്മീയ രഹസ്യമാണ്. ഒരു ആത്മീയ മനുഷ്യൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ: അവൻ്റെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യം തിരിച്ചറിയാതെ പോകുന്നു. വചനത്തിൽ നമ്മൾ മനസ്സിലാക്കി, യേശുക്രിസ്തു നിൻ്റെ ഉള്ളിലുണ്ടെന്ന് നീ തിരിച്ചറിയുന്നില്ലേ എങ്കിൽ നീ തീർച്ചയായും പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന്. അതിനു മുമ്പ് ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മൾ ഓർമ്മപ്പെടുത്തി. നമ്മൾ വിശ്വാസത്തിൽ ജീവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. ദൈവഭയത്തിലും ദൈവസ്നേഹത്തിലുമാണോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പരിശോധിക്കുവിൻ. ഒത്തിരി കാര്യങ്ങളുടെ പരിശോധനയ്ക്ക് ശേഷമാണ് ഉള്ളിലുള്ള ദൈവസാന്നിധ്യത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നത്. ഒരു നിമിഷം നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. തമ്പുരാൻ്റെ സന്നിധി നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവസാന്നിധ്യത്തെക്കുറിച്ചുള്ള അവബോധമാണ്, ഉള്ളിൽ വസിക്കുന്ന ദൈവിക ശക്തിയെക്കുറിച്ചുള്ള കൃത്യമായ ജ്ഞാനമാണ് പരിശുദ്ധാത്മാവിലും ആത്മാവിൻ്റെ ഉണർവിലും ജീവിക്കാൻ ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കാം. എത്രമാത്രം ആത്മീയ ബലമുള്ളവരാണ് നമ്മൾ. ചില മേഖലകളിൽ നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില മേഖലകളിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള ഭാരമുണ്ടെങ്കിൽ, അസ്വസ്ഥയുണ്ടെങ്കിൽ, മനക്ലേശമുണ്ടെങ്കിൽ, അതിൻ്റെ ഒക്കെ പിന്നിൽ ഒരൊറ്റ കാരണമാണ് വചനം ഇന്ന് നമ്മളോട് പറഞ്ഞത്. നിൻ്റെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ ബോധവാനാവുക, ബോധമുള്ളവളാവുക. ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യോഹന്നാൻ ശ്ലീഹ 1-ാമത്തെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്: നിൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. ഉള്ളിൽ വസിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണെന്നുള്ള ഒരു ആത്മീയ തിരിച്ചറിവാണ് യോഹന്നാൻ ശ്ലീഹ നമ്മളോട് പറയുന്നത്. ഈ ഒരു ആത്മീയ കൃപയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരു തിരിച്ചറിവ്: എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, അത് ലോകത്തെ കീഴ്പ്പെടുത്തുവാൻ, എന്നെ തോൽപ്പിക്കുന്ന സകലത്തിൻ്റെ മേലും അധികാരമെടുക്കാനും വിജയം വരിക്കുവാനും എന്നെ സഹായിക്കുന്ന ദൈവസാന്നിധ്യം പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. ആ ഈശോയുടെ സാന്നിധ്യം എൻ്റെ ഉള്ളിലുണ്ട്. ഈശോ ലോകത്തെ മുഴുവനും ജയിച്ചവനാണ്. ഈശോ പാപത്തെ ജയിച്ചവനാണ്. ഈശോ പ്രലോഭനത്തെ ജയിച്ചവനാണ്. ഈശോ മരണത്തെ ജയിച്ചവനാണ്. ഈശോ ജീവിതത്തിൻ്റെ അങ്ങേയറ്റം സഹിച്ചിട്ടും അതിനപ്പുറമായിട്ട് അഭിഷേകത്തിലേക്ക് കടന്നു വന്നവനാണ് ഈശോ. അപ്പോൾ ഈശോയുടെ സാന്നിധ്യം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇന്ന് ഞാൻ കടന്നു പോകുന്ന രോഗങ്ങളുടെ മേലും ലോകത്തിൻ്റെ മേലും തകർച്ചകളുടെ മേലും മരണത്തിൻ്റെ മേൽ പോലും എനിക്ക് അധികാരമുണ്ടെന്ന് ഈശോ എന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു തിരിച്ചറിവ് എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ രണ്ട് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മളെ ഇന്ന് പരാജയപ്പെടുത്തുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ കർത്താവിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിലുണ്ടെന്നും ആ ഈശോ എൻ്റെ ഉള്ളിലുണ്ടെന്നും സകലതിനെയും തകർത്ത കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള ബോധത്തോടെ അവയെല്ലാം തകർത്തെറിയുവാനുള്ള ശക്തിക്ക് വേണ്ടി, അതിൻ്റെ മേലൊക്കെ വിജയം വരിക്കുവാനുള്ള കരുത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഏതെങ്കിലുമൊക്കെ രോഗം മൂലം ഇന്ന് മനക്ലേശത്തിലൂടെ ഭാരപ്പെട്ട് കഴിയുന്നവരുണ്ട്, എനിക്ക് രോഗം വന്നല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ, എനിക്കിതിൽ നിന്ന് രക്ഷയില്ലല്ലോ എന്നോർത്ത് ചിന്തിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ, ഏതെങ്കിലും ലോകം വെച്ച് നീട്ടിയ ജീവിത തകർച്ചകളുടെ മുമ്പിൽ നിന്ന് കർത്താവെ പരാതി പറയുന്നവരുണ്ടെങ്കിൽ, പകച്ചു നിൽക്കുന്ന മക്കളുണ്ടെങ്കിൽ, ഇതിനെങ്ങനെ അതിജീവിക്കുമെന്നോർത്ത് ഭാരപ്പെട്ട് അസ്വസ്ഥപ്പെടുന്ന മക്കളുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ സാന്നിധ്യം ഇവർ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ലോകത്തെയും അതിജീവിച്ച കർത്താവിൻ്റെ സാന്നിധ്യം ഈ മക്കളിൽ ഉണ്ടെന്ന് വിശ്വസിക്കുവാനുള്ള ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കല്ലറകളെ ഭേദിച്ച കർത്താവ് ഈ മക്കളിൽ ഉണ്ടെന്ന് വിശ്വസിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചെങ്കടലിനെ പകുത്ത കർത്താവിൻ്റെ സാന്നിധ്യം ഈ മക്കളുടെ ഉള്ളിലുണ്ടെന്ന് വിശ്വസിക്കുവാനുള്ള ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. മരണത്തെ അതിജീവിച്ച് പുറത്തു വന്ന യേശുക്രിസ്തുവിൻ്റെ അതേ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് വിശ്വസിക്കുവാൻ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അതിന് തടസ്സമായി നിൽക്കുന്ന മാനുഷിക ചിന്തകൾ, നിരാശകൾ, ആകുലതകൾ എല്ലാം ഇപ്പോൾ തന്നെ യേശുനാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷയില്ല എന്നുള്ള തോന്നലുകൾ, എനിക്ക് പുറത്തു വരാൻ പറ്റില്ല എന്നുള്ള ആത്മാവിൻ്റെ കൃപയില്ലാത്ത ചിന്തകൾ, ഞാനിതിൽ പെട്ടുപോയി, ഞാൻ ഇങ്ങനെയൊക്കെ എനിക്ക് പോകാൻ പറ്റൂ എന്നുള്ള തെറ്റായ ബോധ്യങ്ങൾ, പിശാച് ഒരുക്കുന്ന സകല കണികളും ഇപ്പോൾ തന്നെ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ കർത്താവ്. ഇപ്പോൾ തന്നെ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, ഇപ്പോൾ തന്നെ അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കട്ടെ. ദുശീലങ്ങളിൽ നിന്നും പാപബന്ധങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഇപ്പോൾ തന്നെ യേശുനാമത്തിൽ വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മരണതുല്യമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് ഇപ്പോൾ തന്നെ പുതുജീവൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തു ലാസറിൻ്റെ കല്ലറയ്ക്കുള്ളിൽ പ്രവേശിച്ചപ്പോൾ ജീവൻ വെച്ചതുപോലെ ഇപ്പോൾ തന്നെ ജീവനുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് കണ്ണുകളടച്ച് ശിരസ്സ് നമിക്കാം. ദിവികാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമുക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഇനി ലോകത്തിൻ്റെ മുമ്പിൽ പരാജയപ്പെടാതിരിക്കാൻ, ലോകം വെച്ച് നീട്ടുന്ന ഒന്നിൻ്റെ മുമ്പിലും തോറ്റുപോകാതിരിക്കാൻ അഭിഷേകം എനിക്ക് തരണമേ, ഒരു ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ അലിയുവാൻ വരണേ.